ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാന്റെ അവരുടെ വോയിസ് ഓഫ് ഖുറൈസ ലക്കത്തില് അതിൽ കൃത്യമായിട്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു ആർട്ടിക്കിൾ അവരുടെ കവർ സ്റ്റോറി ആയിട്ട് അവർ കൊടുത്തൊരു വാർത്ത അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്ന് അതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബഹുദൈവ ആരാധകരായ ഇന്ത്യയിലെ ഹിന്ദുക്കളെ അവരുടെ വംശഹത്യയാണ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞത്. അതിൽ മോദി നുപുർ ശർമ്മയുടെ ഒക്കെ പേരുകളുണ്ടെങ്കിലും പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ കത്തിക്കുക, ഇന്ത്യയിലെ പശു ആരാധകരോട് പ്രതികാരം ചെയ്യേണ്ട സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യയിലുള്ള അവരെ പോലെ ചിന്തിക്കുന്നവരെ പ്രചോദിപ്പിക്കുകയാണ്. ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് അടുത്ത ഡോക്ടറിന്റെ പേര് അഹമ്മദ് സായിദ്. അഹമ്മദ് സായിദ് ലക്ഷ്യം വെച്ചെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കാസ്റ്റർ ഓയിലും അതിന്റെ ബീൻസും എല്ലാം ഉൾപ്പെടുന്ന സംവിധാനങ്ങളിലെ ഏകദേശം 10 ലക്ഷം പേരെ കൊല്ലാനുള്ള വിഷം ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം അദ്ദേഹം ഒരുക്കി കഴിഞ്ഞിരുന്നു. ഇതിന്റെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻപാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ എവിടേക്കാണ് ആക്രമണം നടത്തേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, പലത് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അദ്ദേഹം പോയ സ്ഥലങ്ങളുണ്ട്. അദ്ദേഹം അവിടെ തന്നെയുള്ള അഹമ്മദാബാദിലെ ഫ്രൂട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ട്, കാർഷിക ഉൽപ്പന്ന വിപണിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അഹമ്മദാബാദും ലക്നൌവിലും ഡൽഹിയിലുള്ള RS ശാഖകളിൽ പോയിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരി അദ്ദേഹം ലക്ഷ്യം വെച്ചതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ സൂചന നൽകുന്നത് ക്ഷേത്രങ്ങളാണ്. അതായത് ക്ഷേത്രങ്ങളിലെ പ്രസാദത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ വിഷം കലക്കി കൊടുത്ത് ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞാലാണ് ഇതിന്റെ സിംറ്റംസ് വിക്ടിംസിനെ അത് പ്രകടമാവുള്ളൂ. അപ്പോൾ ക്ഷേത്രങ്ങളിലെ പ്രസാദമാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്.